വക്കീലേ, ഇതൊരു കോംപ്രമൈസ് ടോക്കല്ലേ? ആവണിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ സുധയും പറഞ്ഞു. ഞാനും കുറച്ച് അന്വേഷിച്ചു. ചുരുക്കി പറഞ്ഞാല് ആവണിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവള് നിങ്ങളുടെ കക്ഷിയല്ലേ? അവളുടെ ഭാഗത്ത് തെറ്റൊന്നും കാണില്ലല്ലോ. ശരി, മോഹൻ പറയുന്നത് പോലെ ആവണിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് വിചാരിക്കുക. ആവണിയോട് ക്ഷമിക്കാൻ മോഹൻ തയ്യാറാവോ? ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് 2 കുട്ടികൾ മതി. മൂന്നാമതൊരു കുഞ്ഞെനിക്ക് വേണ്ട. അതെന്താ? അതെന്റെ കുഞ്ഞല്ല. ഇത് മോഹന്റെ കുട്ടിയാണെന്ന് നല്ല വൃത്തിയായിട്ട് മോഹൻ അറിയാം. പിന്നെ എന്തിനാ മോഹന അതിന്റെ പേരിൽ ഒരു തർക്കം? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നിങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കും. അപ്പൊ കോംപ്രമൈസ് ചെയ്യാം. താൻ ആരുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ പറയുന്നത് തനിക്ക് വല്ല ധാരണയുണ്ട്? വക്കീലെന്ന് വെറുതെ വക്കീലെ, നിങ്ങളിത് ആരെയും വരട്ടുന്നേ? എല്ലാ കുറ്റവും എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള അടവാണ് വെറുതെ. അത് എൻ്റെ അടുത്ത് നടക്കില്ല. ഈ സ്വഭാവം കൊണ്ട് കോടതിയിലേക്ക് വന്ന കുറച്ച് പാട് വിടുമല്ലോ മോഹൻ. വരട്ടലൊന്നും എന്നോട് വേണ്ടട്ടാ. എന്നാലേ വരട്ടാൻ പറ്റിയൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. താനും തൻ്റെ അമ്മയും തൻ്റെ സഹോദരന്റെ ഭാര്യയും ചേർന്ന് ആവണിയെയും ആവണിയുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? IPC സെക്ഷൻ 315 ഇൻഫന്റിസൈഡ്, ശിശുഹത്യ, 10 കൊല്ലം. ഇനി ആവണിയെ കൊല്ലാൻ ശ്രമിച്ചത് IPC 307 7 മുതൽ 10 വർഷം വരെ. ആവണിക്ക് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് നശിപ്പിച്ചതിന് IPC 477 7 വർഷം. ശരിയല്ലേ വക്കീലെ? മോഹൻ ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും മാളുവിന്റെയും അഭിയുടെയൊക്കെ കല്യാണവും കഴിഞ്ഞ് കുട്ടികളുമായിട്ടുണ്ടാവും. മോഹൻ ചെറുതായി പേടിച്ചല്ലോ വക്കീലെ. പേടിച്ചോ? പേടിച്ചു. വക്കീലെ, നമ്മളൊരു കോംപ്രമൈസ് ടോക്കനല്ലേ വന്നത്? ആഹാ, അത് ശരി. അത് മറന്നത് മോഹനല്ലേ, ഞാനല്ലല്ലോ. അപ്പൊ അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? എനിക്കല്ലേ? അല്ലേ വക്കീലേ? കോംപ്രമൈസ്? എനിക്ക് കോംപ്രമൈസ് വേണ്ടെങ്കിലോ? നിങ്ങൾ പറഞ്ഞ ശരിയാ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കും. നമുക്ക് ഇറങ്ങാൻ വക്കീലേ. എനിക്ക് കോംപ്രമൈസ് വേണ്ട.